Good afternoon. Good afternoon, ma'am. Okay, good afternoon. Okay. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും ക്രിസ്മസ് ഒക്കെ എല്ലാവരും നന്നായിട്ട് ആഘോഷിച്ചോ? ഓക്കെ മിസ്റ്റർ, ഗുഡ് ആഫ്റ്റർനൂൺ. നല്ലതായിരുന്നു മിസ് ആഘോഷിച്ചോ? പിന്നെന്താ, ഞാൻ നന്നായിട്ട് ആഘോഷിച്ചു. ഓക്കെ ഓക്കെ ഹരിത മുഹമ്മദ്. ഓക്കെ, ഇനി എന്താണ് ന്യൂ ഇയർ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ? ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ലേ? ഓക്കെ, മിസ്സേ നമുക്ക് ന്യൂ ഇയറിന്റെ ക്ലാസ് ആണ്. ന്യൂ ഇയറിന് ക്ലാസ് ഉണ്ടാവോ? ന്യൂ ഇയറിന് അവധിയൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഓക്കെ ശരണ്യ, നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? സ്റ്റാർട്ട് ചെയ്താലോ? തുടങ്ങാം അല്ലേ? അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ, ഏറ്റവും ലാസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽ അക്വയേർഡ് സെക്കൻഡ് ഹോളിഡേ ആണ്. ഹോളിഡേ ഉള്ള ദിവസങ്ങൾ അറിയിക്കും കേട്ടോ, നിങ്ങൾ അറിയിക്കും. അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ അല്ലെ, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കുറച്ച് ഒരു 8ഓളം പ്രിവെന്റീവ് മെഷേഴ്സുകൾ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് സാനിറ്റേഷൻ അല്ലെ. സെക്കൻഡ് വൺ എന്തായിരുന്നു? സ്റ്റെറിലൈസേഷൻ. തേർഡ് വൺ ഐസോലേഷൻ. ഫോർത്ത് വൺ ഹാൻഡ് വാഷിംഗ് അല്ലെ. ഓക്കെ, പിന്നെ ഫിഫ്ത് വൺ നമ്മൾ പറഞ്ഞത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, ഗ്ലൗസുകള് അങ്ങനെയുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകളൊക്കെ ധരിക്കും. ഇത്രയും പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, വായിച്ചൊക്കെ നോക്കിയോ? അത്രയും ഭാഗങ്ങള് ക്ലിയർ ആണോ എല്ലാവർക്കും? വായിച്ചു നോക്കിയിരുന്നോ? ഓക്കെ, ബാക്കിയുള്ള ഭാഗങ്ങളും കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാണ്. എല്ലാവരും റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് ആറാമത് പഠിക്കാനുള്ള പ്രിവെന്റീവ് മെഷർ എന്ന് പറയുന്നത് അഡീഷണൽ പ്രിക്കോഷൻസ് ആണ് കേട്ടോ. അഡീഷണൽ ആയിട്ട് നമ്മൾ സാനിറ്റേഷൻ പറഞ്ഞു, സ്റ്റെറിലൈസേഷൻ പറഞ്ഞു, ഐസോലേഷൻ പറഞ്ഞു, ഹാൻഡ് വാഷിംഗ് പറഞ്ഞു അല്ലെ. ഹാൻഡ് വാഷിങ്ങിനെ പറ്റി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതും അതുപോലെ എന്താ പറയാ ഒട്ടും എക്സ്പെൻസീവ് അല്ലാത്ത നല്ലൊരു പ്രിവെന്റീവ് മെഷർ ആണ് എന്ത്? ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഹാൻഡ് വാഷിങ്ങിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിന്റെ അവസാനം ഏത് രീതിയിലാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണ് കേട്ടോ. നമുക്കറിയാം പല രീതിയിൽ ട്രാൻസ്മിഷൻ പഠിച്ചതാണ്. ഏതൊക്കെ രീതിയിലാണ് മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത് അല്ലെ. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, എയർബോൺ ട്രാൻസ്മിഷൻ ഉണ്ട്, ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ട്രാൻസ്മിഷനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എടുക്കാൻ സാധിക്കുന്ന മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ പോവുകയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് എയർബോൺ പ്രിക്കോഷൻസ് ആണ് കേട്ടോ. വായുവിലൂടെ വരുന്ന ആ ഒരു ട്രാൻസ്മിഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യണം അല്ലെ. അപ്പൊ അതിനെടുക്കാവുന്ന പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണ് കേട്ടോ. എയർബോൺ പ്രിക്കോഷൻസ്. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. ബ്രാക്കറ്റിൽ പറയുന്നുണ്ട് ദിസ് കൺസിസ്റ്റ് ഓഫ് വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ഡോർ ക്ലോസ്ഡ്. എനിക്കുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ടെസ്റ്റ് പറഞ്ഞിരുന്നു തോന്നുന്നു കേട്ടോ. എങ്കിലും ഒന്നുകൂടെ പറയാം. ഇൻഡിവിജ്വൽ റൂം വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. എന്തായാലും രോഗബാധിതരായിട്ടുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഐസോലേറ്റ് ചെയ്യണം അല്ലെ. മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സമ്പർക്കം കഴിവതും ഒഴിവാക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്കൊരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം.
എന്നുവെച്ചാൽ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, ഐസോലേറ്റ് ചെയ്യണം അല്ലെ. വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ, ആവശ്യത്തിന് വായു പ്രവാഹമൊക്കെ ഉള്ള ഒരു പ്രത്യേക റൂമിനായിട്ട് അവരെ എന്ത് ചെയ്യാം, നമ്മൾ മാറ്റും. പിന്നെ ആ റൂമിന്റെ പ്രത്യേകതകളാണ് പറയുന്നത്. വേർ പോസിബിൾ നെഗറ്റീവ് പ്രഷർ ആൻഡ് ഡോർ ക്ലോസർ. നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. നെഗറ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ പുറത്തുള്ള അറ്റ്മോസ്ഫറിക് പ്രഷർ ഉണ്ടല്ലോ, പുറത്തുള്ള അന്തരീക്ഷ മർദ്ദത്തിനേക്കാളും കുറഞ്ഞ മർദ്ദത്തില് കുറഞ്ഞ പ്രഷർ നമ്മൾ ആ റൂമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യും. പുറത്തൊരു 1 അറ്റ്മോസ്ഫറിക് പ്രഷർ ആണ് ഉള്ളതെങ്കിൽ അകത്ത് അതിൽ കുറവിലുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ്. അതാണ് നെഗറ്റീവ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് പുറത്തുള്ള അറ്റ്മോസ്ഫറിക് പ്രഷറിനേക്കാളും കുറഞ്ഞ ഒരു പ്രഷർ ആ ഒരു റൂമിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാല് ഒരു പ്രഷർ ഗ്രേഡിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു റൂമിൽ ഇരിക്കുന്ന, അപ്പൊ ആ റൂമിൽ പേഷ്യന്റ് ഇരിക്കുമ്പോൾ അവർക്ക് ചുറ്റും ഈ പറയുന്ന പോലെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ അതിന് ചുറ്റും എന്തുണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവും. ഈ മൈക്രോബ്സുകൾ എന്ത് ചെയ്യാം, പുറത്തോട്ട് സ്പ്രെഡ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാര്യം എന്താണ്, ഒരു പ്രഷർ ഗ്രേഡിയൻസ് ഉണ്ട്, അവിടെ ഒരു പ്രഷറിന്റെ വ്യത്യാസമുണ്ട്. അകത്ത് പ്രഷർ കുറവാണ്, പുറത്ത് പ്രഷർ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴേ ഈ പറയുന്ന രോഗാണുക്കൾക്ക് ഒരു കാരണവശാലും, ആ റൂമിനകത്ത് നിൽക്കുന്ന രോഗാണുക്കൾക്ക് പുറത്തേക്ക് ഒരു കാരണവശാലും സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ഡോർ ക്ലോസ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാണ്, ആ രോഗാണുവിന്റെ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഒരു സ്പ്രെഡിങ്ങിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ എടുക്കേണ്ട ചില മുൻകരുതലുകളാണ് കേട്ടോ. പ്രത്യേകിച്ച് എയർബോൺ പ്രിക്കോഷൻസിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെന്താണ്, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എന്ററിംഗ് ദ റൂം. അതുപോലെ ആ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപായിട്ട് സ്റ്റാഫുകൾ ഹൈ എഫിഷ്യൻസി ഉള്ള മാസ്കുകൾ ധരിക്കുക. നമ്മള് കോവിഡ് സമയത്ത് N95 മാസ്കുകളൊക്കെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയുള്ള വളരെ എഫിഷ്യൻസി ഉള്ള മാസ്കുകൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് ധരിച്ചുകൊണ്ടായിരിക്കണം സ്റ്റാഫുകൾ അവരുടെ റൂമിലേക്ക് പ്രവേശിക്കേണ്ടത്. പിന്നെ പറയുന്നത് എന്താണ്, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. കൺഫൈൻഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ചെറിയ ഒരു വളരെ പരിമിതമായിട്ടുള്ള ഒരു റൂമിനകത്തായിരിക്കണം നമ്മൾ പേഷ്യന്റിനെ പ്ലേസ് ചെയ്യേണ്ടത്. അതിനും കാരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മളൊരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമ്മളൊരു വലിയൊരു ഹാളിൽ കൊണ്ടിരുത്തിയെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും, അത്രയും എയർ കണ്ടാമിനേറ്റഡ് ആണ്. അതേസമയം നമ്മൾ പരമാവധി ഒരു ചെറിയ റൂമിലോട്ട് അവരെ പാർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും എയർ മാത്രമല്ലേ അവിടെ കണ്ടാമിനേറ്റഡ് ആവുള്ളൂ അല്ലെ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം അവരുടെ ഈ പറയുന്ന അവർക്ക് കൺഫൈൻഡ് റൂം എന്ന് പറയുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള റൂം എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ്, പരമാവധി ഒരു പരിമിതമായിട്ടുള്ള ഒരു റൂമില് അവർക്ക് സൗകര്യം ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഒരു കൺഫൈൻഡ് റൂമിൽ എപ്പോഴും പേഷ്യന്റിനെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇതാണ് എയർബോൺ പ്രിക്കോഷൻസ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. വായുവിലൂടെ പകരുന്ന ആ ഒരു ട്രാൻസ്മിഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, ഒന്ന് ഐസൊലേഷൻ തന്നെയാണ്, ഒരു പേഷ്യന്റിന് ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കുക വിത്ത് സഫിഷ്യന്റ് വെന്റിലേഷൻ. പിന്നെ കഴിവതും ആ ഒരു റൂമില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ എപ്പോഴും റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഹൈ എഫിഷ്യൻസി മാസ്കുകൾ ധരിക്കാം. പരമാവധി ഒരു കൺഫൈൻഡ് റൂമില് പേഷ്യന്റിനെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. നമുക്ക് അറിയാലോ, നമ്മൾ പഠിച്ചതാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ പഠിച്ചതാണ് അല്ലെ. നമ്മൾ സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോഴൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റീവ് ഏജൻസുകൾ പുറത്തോട്ട് എത്തുന്നുണ്ട് അല്ലെ, നമ്മുടെ ഡ്രോപ്ലെറ്റുകളിലൂടെ എത്തുന്നുണ്ട്. അങ്ങനെയുള്ള ട്രാൻസ്മിഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് എടുക്കാവുന്ന ചില പ്രിക്കോഷൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് ആണ്. അത് നമുക്ക് തന്നെ ഊഹിക്കാലോ. ആദ്യം തന്നെ എന്തായിരിക്കും, നമ്മൾ എന്ത് ധരിക്കണം, മാസ്ക് ധരിക്കണം അല്ലെ. ഓക്കെ, കാര്യം നമ്മുടെ ശരീരത്തിന്റെ ഡ്രോപ്ലെറ്റുകൾ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാസ്കുകൾ ധരിക്കുന്നത്. അപ്പോ എന്താണ്, സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധിക്കുമെങ്കിൽ ഒരു സെപ്പറേറ്റ് റൂം തന്നെ പേഷ്യന്റിനായിട്ട് അവൈലബിൾ ആണ്. അവരെ ഐസോലേറ്റ് ചെയ്യാന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്ത എന്താണ്, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്. ബ്രാക്കറ്റിൽ നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ. ഗോസ് മാസ്ക് എന്നൊക്കെ പറഞ്ഞാലേ ഈ തുണിയോണ്ടുള്ള മാസ്ക് ഇല്ലേ, അങ്ങനത്തെ ഉപയോഗിക്കരുത്. അത്ര സേഫ് അല്ല. കുറെ കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ ധരിക്കാനാണ് പറയുന്നത്. ഒരു ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസിന്റെ ഭാഗമായിട്ട് എങ്ങനെയുള്ള മാസ്കുകളാണ് ധരിക്കേണ്ടത്, അങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക കേട്ടോ.
സ്റ്റാൻഡേർഡ് സ്പ്ലാഷ് പ്രൂഫ് ആയിട്ടുള്ള മാസ്കുകൾ ധരിക്കുന്നുണ്ട്. അല്ലാണ്ട് എന്തെല്ലാം ഗോസ് മാസ്ക് അല്ല, ദാറ്റ് മീൻസ് തുണി കൊണ്ടുള്ള മാസ്ക് അല്ല ഉപയോഗിക്കേണ്ടത്. സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകൾ എന്ത് ചെയ്യുക, ധരിക്കുക. പിന്നെന്താണ്, ദ പേഷ്യൻസ് മൂവ്മെന്റ്സ് ഷുഡ് ബി കൺട്രോൾഡ്. പേഷ്യന്റിന്റെ ആ ഒരു മൂവ്മെന്റ്സ് പരമാവധി അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യണം. എന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം അവരെ പുറത്തു പോകാൻ അനുവദിക്കാം. ഓക്കെ, അവര് പരമാവധി ആ റൂം അവരൊരു എന്താണ് റിക്കവർ ആകുന്നത് വരെ അവർ ആ ഒരു റൂമിൽ തന്നെ പരമാവധി കൺട്രോൾ ചെയ്യാൻ നല്ലതാണ് കേട്ടോ. പേഷ്യന്റ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she leaves the room. അതുപോലെ പേഷ്യന്റ് ഇപ്പൊ റൂമിനകത്തേക്ക് പോവുകയാണെങ്കിലും പുറത്തോട്ട് വരുവാണെങ്കിലും ഒക്കെ ഇങ്ങനെയുള്ള മാസ്കുകൾ ധരിക്കാനായിട്ട് അവരോട് ആവശ്യപ്പെടും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എടുക്കാവുന്ന ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അടുത്തത് എന്താണ്, കോണ്ടാക്ട് പ്രിക്കോഷൻസ് ഓർ ഐസോലേഷൻ ആണ് കേട്ടോ. ഇനി നമുക്കറിയാം കോണ്ടാക്റ്റിലൂടെയുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ ഈ കോണ്ടാക്റ്റിലൂടെ വരുന്ന ട്രാൻസ്മിഷനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് കേട്ടോ. ഒന്നാമത്തത് സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇപ്പൊ അവൈലബിൾ. എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഐസോലേഷൻ. സെപ്പറേറ്റ് റൂം കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ രോഗബാധിതനായിട്ടുള്ള വ്യക്തിയെ ഐസോലേറ്റ് ചെയ്യാണ് അല്ലെ. അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു പ്രിക്കോഷൻ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, സ്റ്റാഫ് ഷുഡ് വെയർ ഗ്ലൗസ് when they enter the room. അങ്ങനെ കോണ്ടാക്ട് ആണ് കൂടുതൽ നമുക്ക് പേഷ്യന്റുമായിട്ട് ടച്ച് വരുന്ന ഒരു കേസുകളായതുകൊണ്ട് തന്നെ പരമാവധി എന്ത് ധരിക്കണം, ഗ്ലൗസുകൾ ധരിക്കുക അല്ലെ. റൂമിനകത്തേക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് സ്റ്റാഫുകൾ എന്ത് ധരിച്ചിരിക്കണം, ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം. The staff should wear a gown during patient contact or contact with the contaminated surface or medium. അതുപോലെ തന്നെ ഗ്ലൗസ് മാത്രം ധരിച്ചാൽ പോരാ കേട്ടോ. സ്റ്റാഫ് എന്ത് ചെയ്യണം, അവര് ഈ പറയുന്ന പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഗൗണുകൾ ധരിക്കുക അല്ലെ. ഇങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വസ്തുക്കളൊക്കെ ടച്ച് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ രോഗിയുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന ഗൗണുകൾ ധരിച്ചുകൊണ്ടായിരിക്കണം സ്റ്റാഫുകൾ അവിടേക്ക് പ്രവേശിക്കുന്നത്. പിന്നെന്താണ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അതുപോലെ പേഷ്യന്റുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിന് മുൻപും അതിനുശേഷം ശരിയായ രീതിയിൽ കൈകള് വാഷ് ചെയ്തിരിക്കണം. പിന്നെന്താണ്, ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന് പുറത്തേക്കുള്ള പേഷ്യന്റിന്റെ മൂവ്മെന്റ്സിനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ റൂമിനെ പുറത്തേക്ക് അവരെ വിടാനായിട്ട് അനുവദിക്കാതിരിക്കും. അവർ റിക്കവർ ആകുന്നത് വരെ പരമാവധി അവരെ റൂമിൽ തന്നെ പാർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത്യാവശ്യത്തിൽ മാത്രം അവരെന്ത് ചെയ്യാം, പുറത്തേക്ക് വിടാം. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കേണ്ട മുൻകരുതലുകളാണ് പറഞ്ഞത്. ഈ പറയുന്ന പോലെ ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, പിന്നെ എന്താണ് അഡീഷണൽ എയർബോൺ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, പിന്നെ കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ആറാമത്തെ പോയിന്റ് പഠിച്ചു കഴിഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഏഴാമത്തെ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് പറയുന്നത് ആന്റി മൈക്രോബിയൽ സർഫസസ്. ആന്റി മൈക്രോബിയൽ സർഫസസ് അതായത് നമ്മൾ ഈ ടച്ച് വരുന്ന ഭാഗങ്ങൾ ഉണ്ടാവും അല്ലെ. നമ്മള് കോണ്ടാക്ട് വരുന്ന എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യാം, നമ്മൾ ഈ പറയുന്ന പോലെ അണുവിമുക്തമാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം അല്ലെ. നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പെരുമാറുന്നതുമായിട്ടുള്ള നമ്മൾ ടച്ച് വരുന്ന എല്ലാ ഭാഗങ്ങളൊക്കെ പരമാവധി അണുവിമുക്തമാക്കി സൂക്ഷിക്കുക. ഇതാണ് അതിന്റെ അർത്ഥം കേട്ടോ. ആന്റി മൈക്രോബിയൽ സർഫസസ് നോക്കുക. ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ഹോസ്പിറ്റൽ റൂംസ് such as bed rails, car buttons, touch plates, chairs, door handles, light switches, grab rails, intravenous poles, dispensers, dressing trolleys, counters and table tops are not to be contaminated. നമുക്കറിയാം
നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഇത്തരം നമ്മുടെ ഭാഗങ്ങൾ അല്ലെ, ഇപ്പൊ ബെഡ് റേറ്റ്സ്, ഈ പറയുന്ന നമ്മൾ ബെഡ് പിടിച്ചു കഴിഞ്ഞേക്കാനായിട്ട് ബെഡിന്റെ സൈഡിലായിട്ട് നമ്മൾ വെക്കുന്ന ആ ഒരു കമ്പി പോലെ ഉണ്ടല്ലോ ബെഡ് റേറ്റ്സ്, അതുപോലെ നമ്മൾ സ്വിച്ചസുകള് അല്ലെ, അതുപോലെ IV അല്ലെ, ഇൻട്രാവീന ട്യൂബുകള്, അതുപോലെ തന്നെ ഡിസ്പെൻസേഴ്സ്, ആൽക്കഹോൾ ജെല്ലോ, പേപ്പർ ടവലോ, സോപ്പുകൾ, ഇതൊക്കെ നമ്മൾ ടച്ച് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ. നമ്മൾ ഡ്രസ്സ് ഇടുന്ന ട്രോളികള്, ടേബിൾ ടോപ്സുകൾ, ഇതൊക്കെ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉള്ള സർഫസസുകളാണ്. അപ്പോ എന്ത് ചെയ്യണം? Hence the touch surfaces in hospital rooms can act as a sources or reservoirs for the spread of bacteria from the hands of healthcare workers and visitors to patients. അതുകൊണ്ട് തന്നെ എന്താണ് ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ടച്ച് സർഫസസുകൾ എന്ന് പറഞ്ഞ ശരിക്കും ഇത്തരം ബാക്ടീരിയകളുടെ റിസർവോയറുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു വലിയൊരു ഉറവിടമായിട്ടാണ് ഈ പറയുന്ന ടച്ച് സർഫസസുകൾ ആക്ട് ചെയ്യുന്നത്. കാരണം ഇങ്ങനെയുള്ള സർഫസുകളിലൊക്കെ ധാരാളമായിട്ട് എന്തുണ്ട്? ബാക്ടീരിയ, ഇങ്ങനെയുള്ള മൈക്രോബ്സുകളൊക്കെ തങ്ങി നിൽക്കാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പൊ അതിലൂടെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കൈകളിൽ നിന്നും രോഗികളിലേക്ക് എന്ത് ചെയ്യപ്പെടുകയാണ്? ഈ പറയുന്ന മൈക്രോബ്സിന്റെ ട്രാൻസ്മിഷൻ നടക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർഫസസുകളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം? അണുവിമുക്തമാക്കി സൂക്ഷിച്ചിരിക്കണം. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഇങ്ങനെയുള്ള സർഫസസുകളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കണം? പ്രത്യേകം അണുവിമുക്തമാക്കി സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. അതായത് ഹോസ്പിറ്റലിലൊക്കെ വരുന്ന ഭാഗങ്ങള് നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ വസ്തുക്കളും എന്താണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ സ്റ്റാഫുകളൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കളിലൊക്കെ കണ്ടാമിനേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെയുള്ള സർഫസുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? അണുവിമുക്തമാക്കി സൂക്ഷിച്ചിരിക്കണം അല്ലെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹെൽത്ത് കെയർ വർക്കേഴ്സുകളുടെ കൈകളിൽ നിന്നും പേഷ്യൻസിലോട്ട് അവിടെ എന്തുണ്ടാകും? ട്രാൻസ്മിഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എളുപ്പമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? നെക്സ്റ്റ് കേട്ടോ, 8ാമത്തെ പോയിന്റ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. എന്താണത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ICC എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇപ്പൊ നമ്മൾ ഫാർമസി പഠിച്ചപ്പോ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയെ പറ്റി പഠിച്ചു. എന്നതുപോലെ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി നോക്കാം. Infection control of the patient safety program of the health care facility and is liable for establishing and maintaining infection prevention and control. Its monitoring, reporting, research and education. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇൻഫെക്ഷൻ കമ്മിറ്റി അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലില് അല്ലെ, ഹോസ്പിറ്റലില് ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പോണന്റ് ആണ് അല്ലെ. ഓക്കെ, നമ്മുടെ ഹോസ്പിറ്റല് അണുവിമുക്തമാക്കി സൂക്ഷിക്കാൻ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോഗ്രാമിന്റെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ടാണ് ഇത്, ഈ പറയുന്ന കമ്മിറ്റി അല്ലെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. അപ്പോ ഈ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻസിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. അതുപോലെ അതിന്റെ ആ ഒരു ട്രാൻസ്മിഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് അതിനെ സംബന്ധിച്ചുള്ള റിസർച്ചുകൾ നടത്തി എഡ്യൂക്കേഷൻ ഒക്കെ നടത്തി അതുമായിട്ട് ബന്ധപ്പെട്ട ഗവേഷണങ്ങളൊക്കെ നടത്തി എത്രയും നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കമ്മിറ്റി ലക്ഷ്യമിടുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം നിങ്ങൾ പഠിച്ചു വെക്കണം, ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണ്, മെമ്പേഴ്സ് ആരൊക്കെയാണ്. ഓക്കെ, നമുക്കറിയാം ഏതൊരു കമ്മിറ്റി പഠിക്കുമ്പോഴും നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു ചെയർപേഴ്സൺ ഉണ്ടാവും, ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അങ്ങനെ അതൊക്കെ നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ചെയർമാൻ ആരാണ്, അല്ലെങ്കിൽ സെക്രട്ടറി ആരാണ്, അതൊക്കെ എപ്പോഴും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോ ഈ ടേബിള് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മെമ്പേഴ്സ് ആണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. നോക്കൂ, ഏതൊരു കമ്മിറ്റിക്ക് ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും അല്ലെ, ചെയർമാൻ, ഒരു ചെയർപേഴ്സൺ ഉണ്ടാവും. സോ ആരാണ് ചെയർപേഴ്സൺ എന്ന് നോട്ട് ചെയ്ത്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആരാണ്? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അഥവാ ചെയർമാൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത് മിക്കവാറും ആരായിരിക്കും? CEO പോലുള്ള ആളുകളായിരിക്കും അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കും. അത് അങ്ങനെ പറയണ്ട, നിങ്ങൾ എന്തെന്ന് പഠിച്ചാൽ മതി, ഹെഡ് ഓഫ് ദ
ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, നിങ്ങളോട് ചോദിക്കാം കേട്ടോ, ഹു ഈസ് ദ ചെയർപേഴ്സൺ ഓഫ് എൻ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ആരാണ് അതിന്റെ ചെയർപേഴ്സൺ? ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡാണ് അതിന്റെ ചെയർപേഴ്സൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി അടുത്തതൊരു കമ്മിറ്റിയിൽ ആരുണ്ടായിരിക്കും? സെക്രട്ടറി ഉണ്ടായിരിക്കും അല്ലെ? ആരാണ് സെക്രട്ടറി? നോക്കിയ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. മൈക്രോബയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മൈക്രോബ്സിലൊക്കെ പഠനം നടത്തുകയും റിസർച്ച് നടത്തുകയും അതിലൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് മൈക്രോബയോളജിസ്റ്റ്. അപ്പൊ ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും ഈ ഒരു കമ്മിറ്റിയുടെ എന്ത് സെക്രട്ടറി എന്ന് പറയും. കിട്ടിയല്ലോ? അപ്പൊ ചെയർമാൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. സെക്രട്ടറി എന്ന് പറയുന്നത് സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും. അതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് ആരൊക്കെ നോക്കിയേ? റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അതായത് ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെപ്രസെന്റേറ്റീവ്സും അത് ഈ പറയുന്ന കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചതിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആൾക്കാര് റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഇതിനകത്ത് മെമ്പേഴ്സ് ആയിരിക്കും. അതുപോലെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, നിലവിലുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ്. മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയുമ്പോൾ എത്ര ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ഹെഡുകൾ ഉണ്ടാവുമല്ലോ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ. അതാണ് ഈ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവരെല്ലാവരും തന്നെ ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും. പിന്നെ വരുന്നത് സപ്പോർട്ട് സർവീസസ് ആണ്. നമ്മൾ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ നമ്മൾ 3 വിഭാഗമായിട്ടല്ലേ പഠിച്ചത്? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഈ 3 വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ എല്ലാവരും ഈ കമ്മിറ്റിയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. കണ്ടല്ലോ, റെപ്രസെന്റേഷൻ ഫ്രം മാനേജ്മെന്റ് ഓർ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് എന്തായിരിക്കും? റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സ്റ്റാഫുകളാണ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അല്ലെ? പിന്നെ സപ്പോർട്ട് സർവീസ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകൾ ആരൊക്കെയായിരിക്കാം? ഓപ്പറേഷൻ തിയേറ്റർ, CSSD, ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ്, സ്റ്റോർ ഓഫീസർ, മെറ്റീരിയൽ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ടിംഗ്, അതിന്റെ അവിടെ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് അത്തരം സപ്പോർട്ട് സർവീസിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറുമാണ്. ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അവർ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള നഴ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല മറ്റു പല ഹെൽത്ത് കെയർ ഫെസിലിറ്റികളിലൊക്കെ ജോലി ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സ് ആയിരിക്കും. ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ഇനി തന്നെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാലൊന്ന് പറയാൻ പറ്റും ആരൊക്കെയാണ് മെമ്പേഴ്സ്? ചെയർപേഴ്സൺ ആരാണെന്ന് പറഞ്ഞേ? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. പിന്നെ നിങ്ങൾ ചിന്തിക്കാം, ഒരു ഹോസ്പിറ്റലിനെ നമ്മൾ 3 ഡിപ്പാർട്ട്മെന്റുകളായിട്ട് പഠിച്ചു. അവിടെ നിന്നുള്ള എല്ലാ ആളുകളും ഈ കമ്മിറ്റിയുടെ അംഗങ്ങളായിരിക്കും. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും, സപ്പോർട്ടീവ് സർവീസസിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ടായിരിക്കും, പിന്നെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ നിന്നുള്ള മെമ്പേഴ്സും ഉണ്ടായിരിക്കും. പിന്നെ എക്സ്ട്രാ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സും ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഈ ഒരു കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ആ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആളുകളും ഈ കമ്മിറ്റിയുടെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ അവരെല്ലാവരും ഒരു ഒത്തൊരുമിച്ച് ഒരു കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസോലേഷൻ, ഹാൻഡ് വാഷിംഗ്, അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അഡീഷണൽ ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പ്രിക്കോഷൻസുകൾ, പിന്നെ യൂസ് ഓഫ് ആന്റി മൈക്രോബിയൽ സർഫസ്, ലാസ്റ്റ് വൺ
ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇങ്ങനെ 8ഓളം പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. ഇത്രയും ഓക്കെയാണോ നിങ്ങൾക്ക്? ഇത്രയും ഭാഗങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ടീം, അതിന്റെ റോൾ എന്താണ്, റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. നോക്കുക, ദ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഈസ് ലയബിൾ ഫോർ. നമുക്കറിയാം കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. ഈ കമ്മിറ്റി മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നത്? അവരാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. അപ്പോ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി, ഈ ഒരു ടീമിന് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെ ബാധ്യതകളാണ് അവർക്ക് ഉള്ളത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ഓവർസീ ഒരു കോമ ഇടല്ലോ കേട്ടോ. ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ എൻ ഇഫക്റ്റീവ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രോഗ്രാം ഏറ്റവും ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവിധ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസുകൾക്കും മേൽനോട്ടം വഹിക്കേണ്ടത് ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. അതായത് ഹോസ്പിറ്റലിൽ ഏറ്റവും ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ധാരാളം പ്രോഗ്രാംസുകൾ ഉണ്ടാവും, ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതെല്ലാം തന്നെ നല്ല രീതിയിൽ എന്താ പറയുക മേൽനോട്ടം വഹിച്ച് ആ ആക്ടിവിറ്റികളെല്ലാം തന്നെ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഓക്കെ, ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ എൻ ഇഫക്റ്റീവ് പ്രോഗ്രാം. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ഓർഗനൈസ് ആൻ എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാം ഫോർ ദ നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. നമ്മൾ ഈ പറഞ്ഞ നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാവിധ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്യും. അതായത് ആ ഹോസ്പിറ്റലിലെ ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ ഇൻഫെക്ഷൻസ് എത്രത്തോളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് അതിൽ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എപ്പിഡെമോളജിക്കൽ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ, ആ ഇൻഫെക്ഷൻസ് ഏത് രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്, അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, എത്ര ആളുകൾ അത് ബാധിക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ ഇത് പ്രിവെന്റ് ചെയ്യാം, അങ്ങനെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. ഓക്കെ, ഓർഗനൈസ് ചെയ്യുക. പിന്നെന്താണ് അടുത്ത പോയിന്റ് നോക്കിയേ, participate with the pharmacy to develop a program, supervise the use of anti-infection drugs. നമ്മള് പ്രിവെന്റീവ് മെഷേഴ്സ് പഠിച്ചപ്പോ നമ്മുടെ സാനിറ്റേഷൻ അല്ലെ, ആദ്യം നമ്മൾ പഠിച്ച പോയിന്റ് സാനിറ്റേഷൻ ആണ്. അതിനകത്ത് നമ്മളൊരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ട്, ഏതൊരു ഹോസ്പിറ്റലിലും കൃത്യമായിട്ടുള്ള സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിരുന്നാൽ കൂടി നമുക്ക് പൂർണ്ണമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ കഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ അതോടൊപ്പം നമ്മുടെ രോഗാണു നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മരുന്നുകൾ മെഡിസിൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫാർമസി ടു ഡെവലപ്പ് എ പ്രോഗ്രാം ടു സൂപ്പർവൈസ് ദി യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. അപ്പൊ ഇങ്ങനെയുള്ള ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗം അത് സൂപ്പർവൈസ് ചെയ്യാനായിട്ട്, അതിന് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഫാർമസിയുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ ഉത്തരവാദിത്വമാണ്. കാരണം ഇൻഫെക്ഷന് പ്രിവെന്റ് ചെയ്യാൻ ചിലപ്പോഴൊക്കെ നമുക്ക് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡ്രഗ്സുകൾ ആരെ സപ്ലൈ ചെയ്യുന്ന? ഫാർമസിയാണ് അല്ലെ. അപ്പൊ ഫാർമസിയുമായിട്ട് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അതും ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? മേക്ക് ഷുവർ ദാറ്റ് patient care practices are appropriate to the level of patient risk. Then make sure that patient care practices are appropriate to the level of patient risk. നമ്മൾ എടുക്കുന്ന, അതായത് പേഷ്യന്റിന്റെ പരിചരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ആക്ടിവിറ്റീസുകളും അത് ഓരോ പേഷ്യന്റിന്റെയും ലെവൽ, പേഷ്യന്റിന്റെ റിസ്കിനനുസരിച്ച് കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, അവർക്ക് വേണ്ട പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കാനായിട്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചപ്പോ നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള റിസ്ക് ആയിട്ടുള്ള സാഹചര്യങ്ങളും
ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ. അപ്പൊ ഓരോരുത്തരുടെയും റിസ്ക് ലെവൽ എന്ന് പറഞ്ഞാൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രായം ചെന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. ഇൻഫെക്ഷൻ വരെ ഏറ്റവും റിസ്ക് ഉള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള പരിചരണങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയം ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ കുറച്ചും കൂടെ പ്രതിരോധ ശക്തി ഉള്ളവരായിരിക്കും. അവർക്ക് അധികം വലിയൊരു റിസ്ക് ഇല്ലാത്ത ആളുകളായിരിക്കും. അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കാം. കാരണം ഉദ്ദേശിക്കുന്നില്ല, അതായത് ഓരോ പേഷ്യന്റിന്റെയും ലെവൽ ഓഫ് റിസ്കിനനുസരിച്ചുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള പരിചരണ പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുക. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ചെക്ക് ദ എഫിക്കസി ഓഫ് ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ഇൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് എഫിക്കസി ഓഫ് സിസ്റ്റം. അതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ അങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട്. നമ്മൾ പഠിച്ചതാണ്. അത്തരം മെത്തേഡുകളുടെയൊക്കെ കാര്യക്ഷമത ഉറപ്പുവരുത്തുക, കാര്യക്ഷമത പരിശോധിക്കുക. ശരിയായ രീതിയിൽ ഡിസ്ഇൻഫെക്ഷൻ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ, സ്റ്റെറിലൈസേഷൻ പ്രവർത്തനങ്ങൾ അവിടെ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിന്റെ ആ ഒരു എന്താ പറയുക എഫിഷ്യൻസി, കാര്യക്ഷമത അത് പരിശോധിക്കുക. ഇതൊക്കെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്തത് ആറാമത്തെ പോയിന്റ് എന്താണ്? ഡെവലപ്ഡ് ടു എൻഹാൻസ് hospital cleanliness, taking part in development and provision of teaching programs for the medical, nursing and associated health personnel as well as other categories of staff. അതായത് നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഒരു ക്ലീൻലിനെസ് അല്ലെ, ആ ഒരു വൃത്തി, ശുചിത്വം അത് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താ പറയുക പ്രോഗ്രാമുകളും കണ്ടക്ട് ചെയ്യാനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ, നഴ്സിംഗ്, മറ്റ് എന്താ പറയാ അനുബന്ധ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ നോളജ്, അവരുടെ സ്കില്ലുകൾ അതെല്ലാം തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിന്റെ ക്ലീൻലിനെസ് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുക അല്ലെ. അപ്പൊ വിവിധ കാറ്റഗറി ഓഫ് സ്റ്റാഫ് ഉണ്ട്. മെഡിക്കൽ സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, മറ്റനുബന്ധ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എന്ത് വേണം? ഈ ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസുകൾ അതിലുള്ള അവരുടെ സ്കില്ലും നോളജും അവരുടെ ആ ഒരു പ്രൊഫഷൻസി ഒക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എപ്പോഴും ക്ലീൻലിനെസ് ആയിട്ട് വളരെ എന്താ പറയുക ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുക. ഓക്കെ. പിന്നെ ഏഴാമത്തെ പോയിന്റ് എന്താണ്? പ്രൊവൈഡ് എക്സ്പേർട്ട് അനാലിസിസ് ആൻഡ് ലീഡർഷിപ്പ് അസിസ്റ്റൻസ് ഫോർ ദ സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആകുമ്പോൾ വളരെ ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ചെറിയ സ്മോൾ ഹോസ്പിറ്റൽസിനുണ്ട്. ഈ പറയുന്ന പോലെ അവർക്ക് വളരെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ അവർക്ക് വേണ്ട അസിസ്റ്റൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. ഇതില് ഇൻഫെക്ഷൻ കൺട്രോളിൽ ഇപ്പൊ വലിയൊരു ഹോസ്പിറ്റൽ ആകുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് നടപ്പിലാക്കുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അത് മറ്റു പല ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾക്ക് അതിന് ആവശ്യമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ട് വിദഗ്ധ നിർദ്ദേശങ്ങള്, അതുപോലെ തന്നെ മേൽനോട്ടം വഹിക്കുക, അങ്ങനെ മേൽനോട്ടം പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഉള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഏറ്റവും ഇഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അതിന്റെ ഒരു കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യാം. അതുപോലെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് മോണിറ്റർ ചെയ്യുന്നതിനുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. പിന്നെ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളുടെ ഉപയോഗം അതിന്റെ ഉപയോഗം അത് സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഫാർമസിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. അതുപോലെ എപ്പോഴും ഓരോ പേഷ്യന്റിനെയും റിസ്കിനനുസരിച്ച് കൊണ്ടുള്ള പരിചരണ നടപടികൾ എടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ ഈ പറയുന്ന ഡിസ്ഇൻഫെക്ഷൻ, സ്റ്റെറിലൈസേഷൻ പോലെയുള്ള മെത്തേഡുകളുടെ കാര്യക്ഷമത പരിശോധിക്കുക. പിന്നെ ഈ പറയുന്ന മെഡിക്കൽ, നഴ്സിംഗ്, മറ്റ് ഹെൽത്ത് വർക്കേഴ്സ് അവരുടെ ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിലുള്ള അവരുടെ സ്കില്ലും നോളജും വർദ്ധിപ്പിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലുള്ള ക്ലീൻലിനെസ് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ചെറിയ ചെറിയ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, അതുപോലെ എക്സ്പേർട്ട് ആയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ. ക്ലിയർ ആയോ? എല്ലാ പോയിന്റുകളും ഓക്കെ ആണോ? ഓക്കെ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ.
ശരിക്കും പറഞ്ഞ ഇതോട് കൂടിയിട്ട് ഈ ഒരു ചാപ്റ്ററിന്റെ മെയിൻ ഭാഗങ്ങളൊക്കെ കഴിയാണ് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അതിന്റെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ജസ്റ്റ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് എന്താണ് നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്ന് നമ്മൾ പഠിച്ചു. അതൊരു സമയം വെച്ചിട്ടാണ് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്, നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സുകൾ എന്തൊക്കെയാണ്, അത് വരാൻ ഏറ്റവും റിസ്കി ആയിട്ടുള്ള ആളുകളും സാഹചര്യങ്ങളും മനസ്സിലാക്കി. പിന്നെ നമ്മൾ പഠിച്ചത് 5 മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. ഏതൊക്കെ രീതിയിലാണ് അണുവ്യാപനം നടക്കുന്നത്. 5 മെത്തേഡുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, അതുപോലെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, എയർബോൺ ട്രാൻസ്മിഷൻ, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ കേട്ടോ. ഈ പറയുന്ന 5 മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതേതാണ്? മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആണ് കേട്ടോ. അതായത് രണ്ടെണ്ണം ഉണ്ട്, ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചത് ഇത്തരം ട്രാൻസ്മിഷൻസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിവെന്റീവ് മെഷേഴ്സുകളാണ് പഠിച്ചത്. 8ഓളം പ്രിവെന്റീവ് മെഷേഴ്സ് നിങ്ങൾ ഹെഡിങ്ങുകൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പഠിക്കുമ്പോൾ അതിന്റെ ചെയർമാൻ ആരാണ്, സെക്രട്ടറി ആരാണ്, തിരിച്ചു മറിച്ചൊക്കെ നിങ്ങളോട് ചോദിക്കുക കേട്ടോ. ചെയർമാൻ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതുപോലെ സീനിയർ മൈക്രോബയോളജിസ്റ്റ് കമ്മിറ്റിയുടെ ആരാണ്, ശരിക്കും പറഞ്ഞാൽ അത് സെക്രട്ടറി ആണ്. ഓക്കെ. അതുപോലെ അതിനകത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുന്നു കേട്ടോ. ഓക്കെ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ വേണം കേട്ടോ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് പറഞ്ഞല്ലോ, ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കൊരു എന്താ പറയുക, ഒട്ടും ചെലവില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോ വെറുതൊരു പേരിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിന് വളരെ സിസ്റ്റമാറ്റിക് വേയിലാണ് നമ്മൾ ഹാൻഡ് വാഷിംഗ് കാര്യങ്ങളും മറ്റും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അവിടെ എഴുതിയിട്ടുണ്ട്, പിക്ചറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പിക്ചറിൽ കൊടുത്ത ഓർഡറിലല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. പിക്ചറിൽ കൊടുത്ത ഓർഡറും ഇവിടെ എഴുതിയിരിക്കുന്ന ഓർഡറും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമുക്ക് അത് അങ്ങനെ നോക്കണ്ട. ആ എഴുതിയിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കാം, പിന്നെ ജസ്റ്റ് ആ പിക്ചർ കാണും. ഇതിന് വേറെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല കേട്ടോ. അപ്പൊ അത് നോക്കൊന്ന് വായിക്കാൻ നമുക്ക്. ഫസ്റ്റ് എന്താണ്? ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ടു ബി ടേക്ക് ഇൻ യുവർ ഹാൻഡ്സ്. ഓക്കെ, നമ്മൾ കോവിഡ് സമയത്തൊക്കെ ചെയ്ത കാര്യമാണ് അല്ലെ. ഒന്നുകിൽ സോപ്പ് സൊല്യൂഷനോ ഹാൻഡ് വാഷ് എന്താന്ന് വെച്ചാൽ അത് നമ്മുടെ കൈകളിൽ എടുക്കാം. അതിനുശേഷം എന്താണ്? റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ് അല്ലെ. റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. അതായത് നമ്മള് പിക്ചറിൽ പറഞ്ഞറിയോ, 4ാമത്തെ പിക്ചർ കണ്ടോ നിങ്ങള്? ഇതില് 4 എന്ന് പറഞ്ഞ നമ്പർ ചെയ്തിരിക്കുന്ന പിക്ചർ ശ്രദ്ധിച്ചോ? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് റബ്ബ് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ഡ്. അതായത് നമ്മുടെ കൈകള് നമ്മളിങ്ങനെ ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ വാഷ് ചെയ്യാം കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. 4ാമത്തെ പിക്ചറിലാണ് അത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? റബ്ബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാർട്സ് വിത്ത് ഇന്റർലേസ്ഡ്. അതുപോലെ നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്യാം, ഇങ്ങനെ വാഷ് ചെയ്യാം. അതുപോലെ തന്നെ ഈ രീതിയിൽ നമ്മൾ വാഷ് ചെയ്യാം കേട്ടോ. അതായത് രണ്ടാമത് നമ്മൾ ഇങ്ങനെ പരസ്പരം ഇന്റർലോക്ക് ചെയ്ത് വാഷ് ചെയ്യാം. അതുപോലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ വാഷ് ചെയ്യാം, ഈ രീതിയിൽ വാഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഏത് പിക്ചറിലാണ് എന്നെ പറയുന്നത് നോക്കിയത്? അത് 3ാമത്തെ പിക്ചർ കണ്ടോ. ഈ പറഞ്ഞ കാര്യമാണ് 3ാമത്തെ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെന്താണ്? റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ദ റൈറ്റ് തമ്പ് ഗ്രിപ്പഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ കേട്ടോ. അതായത് 4ാമത്തെ അല്ലെ, 4ാമത്തെ പിക്ചർ വരുന്നത് എന്താ നോക്കിയേ. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ തമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്യുക. അതുപോലെ ഈ രീതിയിൽ വാഷ് ചെയ്യുക കേട്ടോ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. പിന്നെന്താണ്? റൊട്ടേഷണൽ റബ്ബിംഗ് backward and forward with a clasped finger of the right hand in the left palm and counter കേട്ടോ. അത് ഈ പറഞ്ഞ പോലെ ആ പിക്ചർ വരുന്നത്
ഏഴാമത്തെ പിക്ചർ കണ്ടോ, നമ്മൾ ഇങ്ങനെ വാഷ് ചെയ്ത് കണ്ടോ, ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ വാഷ് ചെയ്യാം, അതുപോലെ ഇങ്ങനെ വാഷ് ചെയ്യാം, തിരിച്ച് ഇതേ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ വാഷ് ചെയ്യാം, ഈ രീതിയിൽ വാഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെന്താണ് റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷൻ. പിക്ചർ അവിടെ കൊടുത്തിട്ടില്ല. റിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തണ്ടയാണ്, ഈ ഭാഗമില്ലേ വാച്ച് ചെയ്ത് റിസ്റ്റ് വാച്ച് ചെയ്ത് റിസ്റ്റ് അല്ലേ. ഓക്കെ, കൈത്തണ്ട ഉണ്ടല്ലോ, നമ്മുടെ വാഷിംഗ് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, റിസ്റ്റിന്റെ ഭാഗത്തും കൂടെ ദേഹം വാഷ് ചെയ്യണം. ഓക്കെ, അടുത്തത് എന്താണ് റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ് അല്ലെ. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷുകൾ ഉപയോഗിച്ച് നമ്മുടെ നഖം നല്ല രീതിയിൽ റബ്ബ് ചെയ്യുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, നല്ല രീതിയിൽ കൈകൾ വാഷ് ചെയ്യുക. ക്ലോസ് വാട്ടർ ടേപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് തറവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മള് നല്ലോണം കൈയൊക്കെ വാഷ് ചെയ്ത് ആ കൈ വെച്ച് നമ്മൾ ടാപ്പ് ഓഫ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ എൽബോയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ടാപ്പ് നമ്മൾ ക്ലോസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അതവിടെ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിക്ചർ നോക്കി, വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ, അപ്ലൈ ഇനർ സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസസ്, റബ്ബ് ഹാൻഡ്സ് പാം ടു പാം, റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോർസം വിത്ത് ഇന്റർലേസ്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. ആ പിക്ചറിൽ കാണുന്ന പോലെ നോക്കിയാൽ മതി കേട്ടോ. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലേസ്ഡ്, ബാക്സ് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാംസ്. നമ്മൾ ഇങ്ങനെയൊക്കെ വാഷ് ചെയ്യണം കേട്ടോ, ഈ രീതിയിലൊക്കെ നമ്മൾ വാഷ് ചെയ്യണം. അതുപോലെ റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തമ്പ് ക്ലാസ്പഡ് ഇൻ ദ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ്സ് ആൻഡ് ഫോർവേഡ്സ് വിത്ത് ക്ലാസ്പഡ് ഫിംഗേഴ്സ് ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. റിൻസ് ഹാൻഡ് വിത്ത് വാട്ടർ, നല്ല രീതിയിൽ കൈകൾ വെള്ളം ഒഴിച്ച് കഴുകി റിൻസ് ചെയ്യാം. ഡ്രൈ തറവലി വിത്ത് സിംഗിൾ ടവൽ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലപോലെ നമ്മൾ ഡ്രൈ ചെയ്യാം. യൂസ് ടവൽ ടു ടേൺ ഓൺ ഫോസെറ്റ്, അതായത് ടാപ്പ് ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ കൈ ഉപയോഗിക്കരുത്, വല്ല ടിഷ്യൂ പേപ്പറോ മറ്റെന്തെങ്കിലും ടവൽ യൂസ് ചെയ്തുകൊണ്ട് ടാപ്പ് ഓഫ് ചെയ്യാം. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്, യുവർ ഹാൻഡ്സ് ആർ ക്ലീൻ ആൻഡ് സേഫ്, നിങ്ങളുടെ ഹാൻഡ്സ് ക്ലീൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന് ക്വസ്റ്റ്യൻ ഒന്നും വരില്ല. നമ്മളെ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകളും കാര്യങ്ങളൊക്കെ ടിവിയിലൊക്കെ കാർട്ടൂണായിട്ടും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ സമയത്തൊക്കെ സ്കൂളിലൊക്കെ സയൻസ് എക്സിബിഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഇതൊക്കെ ഫ്ലോ ചാർട്ടൊക്കെ ആയിട്ട് ഈ പിക്ചറൊക്കെ വരച്ച് കുട്ടികളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ. അത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ഒരു ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകളാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എപ്പോഴും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ അതിലൂടെ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫെക്ഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ? ആ ഒരു ചാപ്റ്റർ നമ്മുടെ തീരെയാണ് കേട്ടോ. ഇത് ചാപ്റ്റർ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ചാപ്റ്റർ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് എനിക്കിനി എടുക്കാനുള്ള നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെഡിക്കൽ ടെർമിനോളജി ആണ് കേട്ടോ. അതായത് മൊഡ്യൂൾ 2-നകത്തെ ലാസ്റ്റത്തെ ചാപ്റ്റർ കേട്ടോ, 15ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജി ആണ് ഇന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോ ആ ഒരു ചാപ്റ്റർ അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. പിന്നെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ ടെർമിനോളജി പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു പേന ഉണ്ടാവണം കേട്ടോ. ഒരു പേന ഉണ്ടാവും, കാരണം നമുക്ക് അതിനകത്ത് ഒരു 10-600ഓളം മെഡിക്കൽ ടേംസുകൾ പരിചയപ്പെടാനുണ്ട്. അപ്പൊ അത് മുഴുവൻ പഠിക്കൽ നമുക്ക് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയും, മാർക്ക് ചെയ്യാനായിട്ട് പറയും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് എല്ലാവരുടെ കയ്യിൽ നിർബന്ധമായിട്ട് പേന ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ പറയില്ല, ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാത്തവരാണെങ്കിലും ഉണ്ടെങ്കിൽ
മറ്റുള്ളവരോട് പറയുക കേട്ടോ. ആ സമയത്ത് പേന തപ്പാനായിട്ട് നിൽക്കരുത്. മെഡിക്കൽ ടെർമിനോളജി എടുക്കുന്ന സമയത്ത് കയ്യിൽ പേന ഉണ്ടാവണം. നമ്മൾ ഓരോ പേജുകളും പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു പോകും കേട്ടോ. നമ്പേഴ്സ് പറഞ്ഞു പോകുമ്പോൾ നിങ്ങളത് ടിക്ക് ചെയ്ത് വെക്കാം. എങ്ങനെയെന്ന് വെച്ചത് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതുകൊണ്ടാണ് അത് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് തുടങ്ങി വെക്കാം. ഓക്കെയാണ് എല്ലാവരും? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മെഡിക്കൽ ടെർമിനോളജി നോക്കാം കേട്ടോ. അത് 15ാമത്തെ ചാപ്റ്റർ കേട്ടോ. മൊഡ്യൂള് 2-നകത്തെ 15ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ, മെഡിക്കൽ ടെർമിനോളജി. ഓക്കെ, ഇനി നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സും കൂടെ ഫിനിഷ് ആവാനുണ്ട്? എനിക്ക് മെഡിക്കൽ ടെർമിനോളജി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ചാപ്റ്റേഴ്സ് കഴിയും കേട്ടോ. ഓക്കെ, ഇനി ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് തീരാനായിട്ട്? മൊഡ്യൂള് 1-നകത്തെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആയോ? കഴിഞ്ഞിരുന്നോ? എല്ലാം കഴിഞ്ഞു അല്ലെ? മൊഡ്യൂൾ 1-നകത്ത് കംപ്ലീറ്റ് എല്ലാ ചാപ്റ്റേഴ്സും തീർന്നില്ലേ? ഓക്കെ, മൊഡ്യൂൾ 2-നകത്തിന് എത്ര ചാപ്റ്റേഴ്സ് തന്നെ മെഡിക്കൽ ടെർമിനോളജി എടുക്കാൻ പോകുന്നുണ്ട്? ബാക്കി ഏതൊക്കെ ചാപ്റ്റേഴ്സുകൾ തീരാനുണ്ട്? എത്ര എണ്ണം ഉണ്ട്? ആരെങ്കിലും ഒരാൾ പറയാമോ? ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. ഇനി എത്ര ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട്? 4 ചാപ്റ്റർ. 4 ചിലര് 6, എല്ലാവരും പല നമ്പേഴ്സ് ആണല്ലോ പറയുന്നത്. 6 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? ഓക്കെ, 3 എണ്ണം അല്ലെ? 10, 11, 12 അല്ലെ? ഓക്കെ ഓക്കെ, 6 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടോ? ശ്വേത പറയുന്നു 6 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടെന്ന് പറയുന്നു. ഏത് കറക്റ്റ്? 3 ആണോ 6 ആണോ? തുടങ്ങിയിട്ടില്ല. ഓക്കെ, 3rd ചാപ്റ്റർ ഏതായിരുന്നു? ഫാർമസി കഴിഞ്ഞു. ലബോറട്ടറി എടുത്തോ? ലബോറട്ടറി ലാബ് ലബോറട്ടറി എടുക്കാനുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ, ഫോർത്ത് ചാപ്റ്റർ എടുക്കാനുണ്ട് അല്ലെ? ഏതായാലും എനിക്ക് മൊഡ്യൂൾ 2-നകത്ത് തന്ന ചാപ്റ്റേഴ്സ് ഫാർമസി, പിന്നെ ബ്ലഡ് ബാങ്ക്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, ഇത്രയും, പിന്നെ മെഡിക്കൽ ടെർമിനോളജി കേട്ടോ. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് എനിക്ക് തന്നിരുന്നത്. അതിനകത്ത് 3 ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബ്ലഡ് ബാങ്ക് കഴിഞ്ഞിട്ടുണ്ട്, ഫാർമസി കഴിഞ്ഞിട്ടുണ്ട്, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് എടുത്തു കഴിഞ്ഞു കേട്ടോ. 4 ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, പറഞ്ഞു. ഓക്കെ, അപ്പോ നമുക്ക് ജസ്റ്റ് മെഡിക്കൽ ടെർമിനോളജിയെ പറ്റി ചെറിയൊരു ഐഡിയ ഞാൻ തരാം കേട്ടോ. നമ്മൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. ഓക്കെ ഷാനി, 4 ടോട്ടൽ എടുക്കാനുണ്ട് അല്ലെ? ഓക്കെ, അപ്പോ മെഡിക്കൽ ടെർമിനോളജിയെ പറ്റി പറയുമ്പോ ആദ്യം നമ്മൾ കുറച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാല്? ശരിക്കും ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജ് എന്നറിയപ്പെടുന്നതാണ് മെഡിക്കൽ ടെർമിനോളജി. ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. ഇത് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളിൽ നിന്നുമാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന, ഇപ്പൊ നമ്മുടെ ബോഡി പാർട്സ്, നമ്മുടെ അനാട്ടമിക്കല്, നമ്മുടെ സ്ട്രക്ചറുകള്, അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന പലതരത്തിലുള്ള മെറ്റാബോളിക് ആക്ടിവിറ്റീസുകള്, പിന്നെന്താണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് വരുന്ന രോഗങ്ങള് അല്ലെ, അതിന്റെ രോഗലക്ഷണങ്ങള്, അതുപോലെ ട്രീറ്റ്മെന്റുകള്, പിന്നെന്താണ് പ്രൊസീജിയറുകള്, അങ്ങനെ നമ്മുടെ ആ ഒരു ഹ്യൂമൻ അനാട്ടമിയുമായിട്ട് ബന്ധപ്പെട്ട, അവയവങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ചില ടേംസ് ആൻഡ് വേർഡ്സ്, അതിനെയാണ് നമ്മൾ
മെഡിക്കൽ ടെർമിനോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. അത് മെഡിസിന്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു സംശയം നിങ്ങൾക്ക് തോന്നാം, ഇത് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഡോക്ടർമാര് സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ല ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. പകരം എന്താണ്, മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഡോക്ടർ ഒരു സാധാരണ ഒരു പേഷ്യന്റിന്റെ അടുത്തോ, ഒരു പേഷ്യന്റ് മറ്റൊരു പേഷ്യന്റിന്റെ അടുത്തോ, അല്ലെങ്കിൽ പേഷ്യൻസ് തിരിച്ച് ഡോക്ടേഴ്സിന്റെ അടുത്തോ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് അല്ല ഇത്. ഇത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, മെഡിക്കൽ പ്രൊഫഷണലുകൾ അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് മെഡിക്കൽ ടെർമിനോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ പലപ്പോഴും മെഡിക്കൽ സ്ക്രൈബിങ്, മെഡിക്കൽ കോഡിങ്, അങ്ങനെയൊക്കെ പലർക്കും ചിലപ്പോൾ തോന്നുന്നത് മെഡിക്കൽ കോഡിങ് ആണോ എന്ന് തോന്നുന്നു. മെഡിക്കൽ കോഡിങ് അല്ലാണ്ട് അത് വേറെയാണ്. മെഡിക്കൽ കോഡിങ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അല്ലെ മെഡിക്കൽ സ്ക്രൈബിങ് എന്നൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ അതല്ല, മെഡിക്കൽ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ആണ് കേട്ടോ. മെഡിസിന്റെ ലാംഗ്വേജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ് കേട്ടോ. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നമ്മുടെ ഹ്യൂമൻ ബോഡി സിസ്റ്റംസ്, നമ്മുടെ ശരീരഭാഗങ്ങള്, നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന മെറ്റാബോളിക് ആക്ടിവിറ്റീസുകള്, ശരീരത്തിൽ ചെയ്യുന്ന പ്രൊസീജിയറുകള്, അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സർട്ടൈൻ ടേംസ് ആൻഡ് വേർഡ്സ്, അതിനെ നമ്മൾക്ക് മെഡിക്കൽ ടേംസ് എന്ന് വിശേഷിപ്പിക്കാം കേട്ടോ. മെഡിക്കൽ ടേംസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ല? അപ്പൊ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് നമുക്കൊന്ന് ജസ്റ്റ് വായിക്കണം കേട്ടോ. എന്താണ് മെഡിക്കൽ ടെർമിനോളജി? ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. കണ്ടോ, ഗ്രീക്ക് ലാറ്റിൻ ഭാഷകളിൽ നിന്നുമാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദ ലാംഗ്വേജ് ഓഫ് മെഡിസിൻ ഒറിജിനേറ്റഡ് ഫ്രം ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ലാംഗ്വേജിൽ നിന്നുമാണ് ഈ പറയുന്ന മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മെഡിക്കൽ ടെർമിനോളജി ഈസ് എംപ്ലോയ്ഡ് ഇൻ ഇന്റർനാഷണൽ ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ആൾസോ എസെൻഷ്യൽ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതർ മെഡിക്കൽ വർക്കേഴ്സ്. അപ്പം മെഡിക്കൽ ടെർമിനോളജിനെ നമ്മളൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്നുവെച്ചാൽ നമ്മുടെ ഈ ലോകമെമ്പാടുമുള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്, അല്ലെ, അവർക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണത്. അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ ചികിത്സയ്ക്കും മറ്റുള്ള പുറത്തേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാർ ചില നമ്മുടെ നാടുകളിലേക്ക് വരാറുണ്ട്, അല്ലെ. അപ്പൊ ഈ പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ഈ മെഡിക്കൽ ടേംസുകൾ എല്ലാം ഗ്ലോബലി അതെന്താണ്, എല്ലാം ഒരുപോലെയാണ്, അല്ലെ. നമ്മുടെ ഇന്ത്യയിൽ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി അമേരിക്കയ്ക്ക് പോകുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ മെഡിക്കൽ റെക്കോർഡിൽ ഉപയോഗിച്ച അതേ മെഡിക്കൽ ടേംസുകൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ടേംസ് ആണ്. അത് അമേരിക്കയിൽ പോയാലും അവിടുത്തെ മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മനസ്സിലാവും, അല്ലെ. കാരണം എന്താണ്, അതൊരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്, അല്ലെ. അപ്പം ഒരുപാടും ഈ പറയുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് ഇടയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ്, ഒരു ഇന്റർനാഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് നമ്മൾ മെഡിക്കൽ ടെർമിനോളജിനെ കണക്കാക്കുന്നത്. ഓക്കെ, and it is also essential to communicate with other medical workers. മെഡിക്കൽ വർക്കേഴ്സിനിടയിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഓക്കെ, എഗെയിൻ വീണ്ടും അടുത്തൊരു ഡെഫിനിഷൻ നോക്കാം. മെഡിക്കൽ ടെർമിനോളജി ഈസ് ദ ലാംഗ്വേജ് യൂസ്ഡ് ടു സ്പെസിഫിക്കലി ഡിസ്ക്രൈബ് ദ ഹ്യൂമൻ ബോഡി, എലമെന്റ്സ്, മെത്തഡ്, സർക്കംസ്റ്റൻസസ് എക്സെട്ര. കേട്ടോ, അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി, അതുപോലെ നമ്മുടെ ബോഡിയിൽ നടത്തുന്ന നമ്മുടെ ബോഡി എലമെന്റ്സുകള്, അല്ലെ, അതുപോലെ ബോഡിയിൽ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറുകള്, നമുക്ക് വരുന്ന അസുഖങ്ങള്, അതിന്റെ സിംറ്റംസുകള്, ട്രീറ്റ്മെന്റുകള്, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? മെഡിക്കൽ ടെർമിനോളജി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ടെർമിനോളജി റിക്വയർസ് words down into the separate components of principle, suffix and root word, and having a solid practical knowledge of those concepts. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്
ഈ ടെർമിനോളജി നമ്മൾ പഠിക്കുമ്പോൾ അതിന് പല കമ്പോണന്റുകൾ ഉണ്ട്. അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്ക് പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ മെഡിക്കൽ ടെർമിനോളജിയിൽ പ്രധാനമായിട്ടും 4 കമ്പോണന്റുകളാണ് വരുന്നത് കേട്ടോ. ആ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ അതിന് മൊത്തമായിട്ട് പഠിക്കുന്നതിന് പകരം അതിന് പല കമ്പോണന്റുകൾ ഉണ്ട്. ആ കമ്പോണന്റുകൾ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മെഡിക്കൽ ടെർമിനോളജി പഠിക്കാനായിട്ട് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട 4 കമ്പോണന്റുകൾ ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് പ്രിഫിക്സ് ആണ്, 2 സഫിക്സ്, മൂന്നാമത്തത് റൂട്ട് വേർഡ്, നാലാമത്തത് കമ്പൈനിങ് എ വവൽ. അതിനെ പറ്റി അവിടെ പറഞ്ഞു പോകുന്നുള്ളൂ, ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം, മെഡിക്കൽ ടെർമിനോളജിന് പ്രധാനമായിട്ട് 4 കമ്പോണന്റുകളാണ്. ഒന്ന് പ്രിഫിക്സ് ആണ്, 2 സഫിക്സ്, മൂന്നാമത്തത് കോമൺ റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് എന്ന് പറയാം, വേർഡ് റൂട്ട് എന്ന് പറയാം, രണ്ടും ശരിയാണ് കേട്ടോ. പിന്നെ വരുന്നത് എന്താണ്? കമ്പൈനിങ് എ വവൽ ആണ് കേട്ടോ. പിന്നെ വേറൊരു വിഭാഗമാണ് അബ്രീവിയേഷൻസ് എന്ന് പറയാം, ചുരുക്കെഴുത്തുകൾ കേട്ടോ. അപ്പൊ ഈ 4 കമ്പോണന്റുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ചാപ്റ്ററിലോട്ട് കടക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. ഓക്കെ, അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ കേട്ടോ. അതിന്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആ 4 കമ്പോണന്റ്സിലെ ലാസ്റ്റത്തെ 2 കമ്പോണന്റ്സ് ഒന്ന് പറയാമോ? ഏതാണ് ലാസ്റ്റത്തെ 2 കമ്പോണന്റ്സ് ഒന്ന് പറയാവോ? ഏത് കമ്പോണന്റ്സ് ആണ്? ലാസ്റ്റത്തെ 4 പറഞ്ഞില്ലേ, അതിൽ 2 ഓക്കെ, 2 ഒന്ന് പറയാവോ? പ്രിഫിക്സ്, സഫിക്സ്, പിന്നെ കോമൺ റൂട്ട് വേർഡ്, പിന്നെ കമ്പൈനിങ് എ വവൽ. അപ്പൊ നിങ്ങൾ ഇവിടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടില്ല, പക്ഷെ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഏതെങ്കിലും ഒരു വവൽ ലെറ്റർ നമ്മൾ അതിന്റെ കൂടെ കമ്പൈൻ ചെയ്യും. കമ്പൈനിങ് എ വവൽ എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, 4 കാര്യങ്ങൾ: പ്രിഫിക്സ്, സഫിക്സ്, കോമൺ റൂട്ട് വേർഡ്, കമ്പൈനിങ് എ വവൽ. ഓക്കെ, പിന്നെ വേറൊരു വിഭാഗമാണ് എന്ത്? അബ്രിവിയേഷൻസ് കേട്ടോ. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? വൈൻഡപ്പ് ചെയ്യാലോ? എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കേട്ടോ. നമ്മളിനി പുതിയ വർഷത്തിലായിരിക്കും കാണുന്നത് കേട്ടോ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Thank you, ma'am, and happy new year, ma'am. ഓക്കെ, ശരി കേട്ടോ.